കേരള വിഷൻ ചാനൽ വാർഷിക കൺവെൻഷൻ 2025 സംഘടിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി വെല്ലുവിളികൾ ഏറ്റെടുത്താണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ മൈക്രോ യൂണിറ്റുകളാണ് കുടുംബശ്രീ എന്നും ആരും കാണാത്ത അവരുടെ പ്രവർത്തനങ്ങളെ കേരള ജനതയ്ക്ക് മുൻപിൽ എത്തിച്ചത് കേരള വിഷൻ ന്യൂസ് ആണെന്നും അതിനുശേഷമാണ് മറ്റ് പ്രമുഖ ചാനലുകളെല്ലാം കുടുംബശ്രീ പരിപാടികൾ ഏറ്റെടുക്കാൻ തന്റെ ഇടം കാണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കേരള വിഷൻ ചെയർമാൻ PS സിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വിഷൻ ഡയറക്ടർ സുധീഷ് പട്ണം, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു. വളരെ നിസ്സംശയം പറയട്ടെ, വളരെ ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ, വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ കേരള വിഷൻ ന്യൂസ് ടീമിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു മികവിനെ അവർ നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പരിപാടികളിലൂടെ കേരളത്തിന്റെ മനസ്സിലേക്ക് അവർ പകർന്നാടിയ കേരള വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് മൂല്യത്തിന്റെ ആ ഒരു അളവളർന്നിറക്കുവാൻ നമുക്ക് കഴിയില്ല. അത് കുടുംബശ്രീ പദ്ധതിയിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ ഒരു ചാനലും ഇതുവരെ അത്തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല എന്ന് ഞാൻ പറയും. ഒരു ചാനലും ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ മൈക്രോ യൂണിറ്റുകളാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ അത്രയും വലിയ യൂണിറ്റുകളുള്ള മറ്റൊരു സംവിധാനം ഏഷ്യയിൽ ഒരു രാജ്യത്തുമില്ല. ആ കുടുംബശ്രീകളുടെ അവരുടെ പ്രവർത്തനങ്ങൾ ആരും കാണാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആരും കാണാത്ത അവരുടെ പ്രവർത്തനങ്ങളെ, എന്നാൽ എല്ലാവരും അറിയേണ്ട മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളെ, അവരുടെ അവരുടെ സംരംഭക ശേഷിയെ, അവരുടെ സർഗാത്മക കഴിവുകളെ ഈ കേരളത്തിന്റെ മനസാക്ഷിയുടെ കേരള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് കേരള വിഷൻ ന്യൂസ് ആണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയും.